എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് ഈ തദ്ദേശഭരണ സംവിധാനങ്ങളിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഓരോ സാമ്പത്തിക വർഷവും ആ തദ്ദേശഭരണ സംവിധാനം വയ്ക്കുന്ന ബഡ്ജറ്റും ആ ബഡ്ജറ്റിന് സർക്കാർ നൽകുന്ന തുകയും അത് ചെലവഴിക്കുന്നതും അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു തദ്ദേശഭരണ സംവിധാനത്തിൽ പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഈ സ്റ്റേറ്റ് ആയിക്കോട്ടെ, എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട്, എത്ര രൂപ പണം അലോട്ട് ചെയ്തു, എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. പലപ്പോഴും നമ്മൾ ഈ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരും, ഇതിൽ എത്ര രൂപ ചിലവാക്കാൻ സാധ്യതയുണ്ട്, പദ്ധതി വിഹിതം ലാപ്സായി പോയിട്ടുണ്ടോ, എത്ര ശതമാനം തുക ഈ പദ്ധതി വിഹിതം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മുടെ ഈ ജനകീയ വികസന നായകന്മാരൊന്നും പലപ്പോഴും ഇത് പുറത്ത് പറയില്ല. ചില സ്ഥലങ്ങളിൽ പ്രതിപക്ഷവും ആ സംഭവം ഒന്നും ഓർക്കൂല, ചെയ്യൂല. എന്തായിരുന്നാലും ഞാൻ ഈ പറയുന്ന LSGDയിൽ പോയിട്ട് ഞാൻ ഇതിൻ്റെ സംഭവങ്ങൾ വെറുതെ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന ഭരണ സംവിധാനങ്ങളൊക്കെ എത്ര രൂപ പണം ചെലവഴിച്ചിട്ടുണ്ട്, എത്ര രൂപ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു കോമഡി തോന്നി. ഞാൻ ആദ്യം മുനിസിപ്പാലിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കേരളത്തിലെ ഏകദേശം ഒരു 88 മുനിസിപ്പാലിറ്റികളുണ്ട്. ആ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ചാലക്കുടി പട്ടണം ഉൾപ്പെടുന്ന ചാലക്കുടി നഗരസഭ പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ എത്രാം സ്ഥാനത്ത് നിൽക്കണമെന്നറിയോ? 51-ാം സ്ഥാനത്ത്. 88 നഗരസഭകളുള്ളതിൽ 51-ാമത്തെ സ്ഥാനത്താണ് ചാലക്കുടി നഗരസഭ നിൽക്കുന്നത്. 62.25% ചാലക്കുടി നഗരസഭ ചെലവഴിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇനി സാമ്പത്തിക ആസൂത്രണ വിദഗ്ധരുണ്ടെങ്കിൽ തിരുത്തണമേ. തൃശ്ശൂർ ജില്ലയിൽ നിന്നും തൊട്ടടുത്ത് കിടക്കുന്ന ചാലക്കുടിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റ് നഗരസഭകളൊക്കെ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതും അറിയേണ്ടത് നല്ലതാണ്. അതിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ 2-ാം സ്ഥാനം വഹിക്കുന്നത് കുന്നംകുളം നഗരസഭയാണ്. കുന്നംകുളം നഗരസഭ 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് ഈ 88 നഗരസഭകൾ 88.99% 25-26 സാമ്പത്തിക വർഷത്തിൽ ചിലവാക്കിയിട്ടുള്ളത് എന്നാണ്, പദ്ധതി വീതം ചിലവാക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ആ പട്ടിക നോക്കിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ചാലക്കുടിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന എറണാകുളം ജില്ലയിലെ അങ്കമാലി 7-ാം സ്ഥാനത്താണ്. 80.33% 7-ാം സ്ഥാനത്ത്. അത് ഒരു UDF ഭരിക്കുന്ന നഗരസഭയാണ് കേട്ടോ. അതുപോലെ തന്നെ ചാലക്കുടിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന, ചാലക്കുടിയേക്കാൾ മുൻപ് റാങ്ക് നിൽക്കുന്ന മറ്റൊരു നഗരസഭ ഇരിഞ്ഞാലക്കുടയാണ്. 48-ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. 62.65% ചെലവഴിച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. ഇരിഞ്ഞാലക്കുട 48-ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ ചാലക്കുടി നഗരസഭ 51-ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്നുള്ള സന്തോഷകരമായ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ചിലവാക്കുന്നതിൽ വളരെയധികം ആലോചനാപരമായിട്ടൊരു ഇടപെടൽ നടത്തിയിട്ടാണ് ഈ 51-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. വലിയ ജനകീയ വികസന നായകന്മാരൊക്കെ ചെയർമാന്മാരായിരിക്കുന്ന സമയത്ത് എന്ത് നടന്നു എന്നുള്ളത് അറിയേണ്ടത് ആവശ്യമാണല്ലോ. പലപ്പോഴും ഇതൊക്കെ സാധാരണ കെട്ടിവയ്ക്കാൻ പോകുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ തലയിലൊക്കെ കെട്ടിവയ്ക്കും. അവരങ്ങനെ ചെയ്തില്ല, ഇവരിങ്ങനെ ചെയ്തില്ല എന്നുള്ളതും. എന്തായാലും ചാലക്കുടിയിലെ ജനങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ഓളംപെട്ടുണ്ടായിട്ട് പറയണതല്ല, നിങ്ങൾക്കും LSGD എന്ന് പറയുന്ന സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കിട്ടും. അതിൽ പദ്ധതി വിഹിതം എന്നുള്ളത് അടിച്ചതിന് ശേഷം താഴ്ത്തിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തദ്ദേശഭരണ സംവിധാനങ്ങൾ തിരിച്ചുള്ള സംഗതികളുണ്ടാവും. അത് കയറി നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ചാലക്കുടി നഗരസഭ അടുത്ത ഈ സാമ്പത്തിക വർഷത്തിലെങ്കിലും കുറേ കൂടി മെച്ചപ്പെട്ട സ്ഥാനത്തേക്ക് എത്തണമേ എന്നാണ് എൻ്റെ ചിന്ത. അതായത് നമ്മൾ കഴിവ് കാണിക്കേണ്ടത് അവിടേക്കാണ്, കഴിവ് തെളിയിക്കേണ്ടതും കഴിവ് കാണിക്കേണ്ടതൊക്കെ അവിടെയാണ്. അല്ലാണ്ട് ഞങ്ങൾ 50 വർഷം ഭരിച്ചിരുന്നു, ഞങ്ങൾ 70 വർഷം ഭരിച്ചിരുന്നു, ഞങ്ങൾ ദമ്പതികൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭരിച്ചിരുന്നു, ചെയർമാനും ചെയർപേഴ്സത്തിയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിലൊക്കെയാണ് നമ്മൾ കഴിവ് കാണിക്കേണ്ടതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ടോ? എനിക്കതിരെ കേസ് കൊടുക്കരുത്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തുകളിലേക്കൊന്ന് പോകണ്ടേ? കേരളത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട്? കേരളത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം 941 പഞ്ചായത്തുകളാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന റാങ്ക് വേണ്ടിയിട്ടുള്ളത് കാടുകുറ്റി പഞ്ചായത്താണ്. കാടുകുറ്റി പഞ്ചായത്ത് 56-ാം സ്ഥാനത്താണ്. 56, 79.76% പദ്ധതി വീതം ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 359-ാം സ്ഥാനത്ത് ഒരു പരിഹാരമുണ്ട്. അത് ഏത് പരിഹാരമാണെന്ന് അറിയില്ല. ഈ ലിസ്റ്റിൽ 2 പരിഹാരം വന്ന് കിടക്കുന്നുണ്ട്. അതിൽ 359-ാം സ്ഥാനത്ത് കിടക്കുന്ന പരിഹാരം 71.88-ഉം 472-ാം സ്ഥാനത്ത് കിടക്കുന്ന പരിഹാരം 69.85-ഉമാണ്. അപ്പോൾ നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പെടുന്നത് 359 ആണോ 472 ആണോ എന്നറിയില്ല. എന്തായിരുന്നാലും 100-ന് ശേഷമാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത ഉയർന്ന സ്ഥാനം നേടിയിട്ടുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി പദ്ധതി വിഹിതം വളരെ മാത്രമായി ചെലവഴിച്ചിട്ടുള്ളത് മേലൂർ പഞ്ചായത്താണ്. മേലൂർ പഞ്ചായത്ത് 417-ാം സ്ഥാനത്താണ്. അവർ 70.88% ചെലവഴിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടോ? ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പദ്ധതി വിഹിതങ്ങളുണ്ടോ. 417-ാം സ്ഥാനത്താണ് മേലൂർ പഞ്ചായത്ത്, 417. ഇനി 423-ാം സ്ഥാനത്താണ് കൊടകര പഞ്ചായത്ത് നിൽക്കുന്നത്. 70.82% ചെലവഴിച്ചിട്ടുള്ളത്, 423. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പദ്ധതികളുടെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മുടെ കൊരട്ടി പഞ്ചായത്ത് നിൽക്കുന്നത് 551-ആണ്. ഈ 900 ചില്ലറ പഞ്ചായത്തുകൾ കിടക്കണതിൽ 551-ാം സ്ഥാനത്താണ് കൊരട്ടി പഞ്ചായത്ത് കിടക്കുന്നത്. 68.59% പദ്ധതി വിഹിതം ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ കോടശ്ശേരി പഞ്ചായത്ത് 718 വികസനത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ചെലവഴിച്ച് അവരെത്തി നിൽക്കുന്ന സ്ഥാനം 718-ആണ്. ഈ 900 ചില്ലറ പഞ്ചായത്തുകൾ 718-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 65.97% ചെലവഴിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പഞ്ചായത്ത് അതിരപ്പള്ളി പഞ്ചായത്താണ്, മലയോര പഞ്ചായത്തുള്ള അതിരപ്പള്ളി പഞ്ചായത്ത് 855-ാം സ്ഥാനത്താണ്.
62.59% പദ്ധതി വിഹിതം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 900 ചില്ലറ ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പെടുന്ന പഞ്ചായത്തുകളുടെ ഒരു പ്രകടനം. ജനങ്ങളിത് മനസ്സിലാക്കണ്ട. എന്നെ ഏതെങ്കിലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചു പറയും. ഇനി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കണ്ടേ. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാവും? 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ കേരളത്തിലുണ്ടാവും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൽ നമ്മുടെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 43-ാം സ്ഥാനത്താണ്. 67.80% ചെലവഴിച്ചിട്ടുണ്ട്. 43-ാം സ്ഥാനത്തും അതും 67.80% ചെലവഴിച്ചിട്ടുള്ളൂ. ആ ബാക്കി പദ്ധതി വിഹിതങ്ങളൊക്കെ എവിടേക്ക് പോയി എന്നുള്ളത് അറിയില്ല. എങ്ങനെ ലാപ്സാക്കി? ഇതിനൊക്കെയാണ് പ്രതിപക്ഷം അവിടെ ഇരിക്കുന്നത്. പ്രതിപക്ഷം ഉണർത്തണം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ ഉണർത്താൻ വേറെ ആരെങ്കിലൊക്കെ വരേണ്ടി വരും. ഇനി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 14 ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പദ്ധതി വിഹിതം ചെലവഴിച്ചിട്ടുള്ളൂ 66.90% തുക ചെലവഴിച്ചിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ള തുകയാണ് 66.90% തുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആകെ ടോട്ടൽ മൊത്തത്തിലുള്ള നമ്മളുടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളിലെ തുകകൾ ചെലവഴിച്ചിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ വരുമ്പോൾ ഈ ഗ്രാമസഭയ്ക്കില്ലേ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കണം, മുൾമുനയിൽ നിർത്തണം. ഈ വക കാര്യങ്ങൾ ചോദിക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ചോദിക്കണം. അപ്പോൾ ഇതാണ് കണക്കുകളുടെ കിടപ്പ്. ഈ തുകകളൊക്കെ എങ്ങനെ ലാപ്സായി പോയി? ആരുടെ കഴിവുകൾ കൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ ചാലക്കുടി നഗരസഭ 88 മുനിസിപ്പാലിറ്റികൾ 51-ാം സ്ഥാനത്തായത്? അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ ഒക്കെ ഈ കാടൂറ്റി പഞ്ചായത്താണ് 50 ചില്ലറ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 മേലേക്ക് എന്തുകൊണ്ട് എത്താൻ പറ്റിയില്ല? നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളൊക്കെ ഇങ്ങനെ വന്നു. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധികളുടെ ഇടപെടലും സംഭവങ്ങളൊക്കെ വളരെ അത്യന്താപേക്ഷിതമായ സംഭവമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിരിക്കും. ഇനി ഇതിൽ വേറെ ഒരു സംഭവമുള്ളത് ഈ ചാലക്കുടി നഗരസഭ. ഞാൻ ഈ നഗരസഭ എന്ന് പറയാൻ കാരണം പ്രധാനമായിട്ടും മുനിസിപ്പാലിറ്റി ഓരോ തദ്ദേശഭരണ സംവിധാനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പദവി ഉണ്ട്. ഇപ്പോൾ ചാലക്കുടി നഗരസഭ എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകൾക്ക് മേലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചാലക്കുടി നഗരസഭയുടെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 2021-22 വർഷ കാലഘട്ടത്തിൽ ചാലക്കുടി നഗരസഭയുടെ ടോട്ടൽ ജനറൽ ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് 82% ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് 91% മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ് 74% ചെലവഴിച്ചിട്ടുണ്ട്. 2022-23 വന്നു കഴിയുമ്പോൾ അത് ടോട്ടൽ ജനറൽ ഫണ്ട് 102% ചെലവഴിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് 55% നോൺ റോഡ് ഒരു 92% ചെലവഴിച്ചിട്ടുണ്ട്. 23-24 വരുമ്പോൾ ടോട്ടൽ ജനറൽ ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് 75% അതുപോലെ 24-25 വർഷത്തിൽ 78.74% ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്രാവശ്യം ഈ ചാലക്കുടി നഗരസഭയുടെ പദ്ധതി വിഹിതം 62% എത്തി 51-ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഇത് ജനങ്ങളുടെ ഫണ്ടാണ്. ഈ പദ്ധതി വിഹിതം ഒരു കൂട്ടായ ഇടപെടലിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും തലയ്ക്ക് മുകളിലുള്ള ആളുകളുടെയൊക്കെ ഒരു ഇടപെടലുണ്ടാവണം. ഇതിലൊക്കെയാണ് ആസൂത്രകരുണ്ടാവണം എന്ന് പറയുന്നത്. ധനകാര്യ ആസൂത്രകരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളെ ഉപയോഗിക്കുമ്പോഴാണ് ഈ പദ്ധതി വിഹിതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ചാലക്കുടി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ചാലക്കുടി മുനിസിപ്പാലിറ്റി ഈ പ്രാവശ്യത്തെ ഈ 2025-26 വർഷത്തെ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഈ പ്രൊജക്റ്റുകൾ അനുവദിച്ചത്, എത്ര രൂപ അതിന് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിലെ 111 പ്രൊജക്റ്റുകളാണ്. അതിൽ അപ്രൂവ് ആയത് 101 പ്രൊജക്റ്റാണ്. അലോക്കേഷൻ 5,98,15,859 രൂപ. അലോട്ട്മെൻറ്റ് 3,65,73,333 രൂപ. എക്സ്പെൻഡിച്ചർ 4,09,05,814 രൂപ. ചിലവാക്കിയിട്ടുള്ള പെർസെൻറ്റേജ് 68.38. അതുപോലെ SCP വിഭാഗത്തിൽ 32 പ്രൊജക്റ്റുകളാണ്. അതിൽ അപ്രൂവ് ആയിട്ടുള്ള 31 പ്രൊജക്റ്റുകളാണ്. അലോക്കേഷൻ 2,02,23,813 രൂപ. അലോട്ട്മെൻറ്റ് ആയത് 1,15,27,400 രൂപ. എക്സ്പെൻഡിച്ചർ 90,68,059 രൂപ. 44.83% അതിൽ ചെലവഴിച്ചിട്ടുള്ളത്. ഫിനാൻസ് ബേസിക് 68 പ്രൊജക്ട്സാണ്. അതിൽ അപ്രൂവ് ആയിട്ട് 57 പ്രൊജക്റ്റ്. 3,35,89,648 രൂപ അലോക്കേഷൻ. അലോട്ട്മെൻ്റ് ആയിട്ടുള്ളത് 1,79,75,000 രൂപയും. എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത് 1,49,24,652 രൂപയും. 44.43% അതിൽ ചെലവഴിച്ചിട്ടുള്ളത്. ഫിനാൻസ് ടൈറ്റിൽ 55 പ്രൊജക്റ്റുകൾ. അതിൽ 42 അപ്രൂവ് ആയി. 3,08,39,594 രൂപ അലോക്കേഷനും. അലോട്ട്മെൻ്റ് ആയിട്ടുള്ളത് 1,44,81,000 രൂപ അലോട്ട്മെൻറ്റും. എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത് 1,25,69,230 രൂപയാണ്. 40.75% പദ്ധതി വിഹിതം അതിൽ ചെലവഴിച്ചിട്ടുള്ളത്. റോഡ് മെയിൻ്റനൻസിനായിട്ട് 72 പ്രൊജക്റ്റുകളാണ്. അതിൽ അപ്രൂവ് ആയിട്ടുള്ളത് 69 പ്രൊജക്റ്റ്. 5,36,25,938 രൂപ അലോക്കേഷനും. അലോട്ട്മെൻറ്റായി 5,36,25,938 രൂപയും. എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത് 2,02,65,442 രൂപയും. പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് 41.14. മെയിൻ്റനൻസ് റോഡിനുള്ള മെയിൻ്റനൻസ് നോൺ റോഡ് 54 പ്രൊജക്റ്റാണ്. അതിൽ അപ്രൂവ് ആയിട്ടുള്ളത് 52 പ്രൊജക്റ്റാണ്. 3,53,92,261 രൂപ അലോക്കേഷനും. അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് 3,53,92,261 രൂപയും. എക്സ്പെൻഡിച്ചർ ചിലവ് വന്നിട്ടുള്ളത് 2,56,83,852 രൂപയും. 72.56% ആണ് ചെലവഴിച്ചിട്ടുള്ളത്.
ടോട്ടൽ നോക്കുമ്പോൾ 62.25% വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുക്കേണ്ട പദ്ധതി വീതം ചെലവഴിക്കുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും കൗൺസിൽ യോഗങ്ങളിൽ പ്രതിപക്ഷം ഈ വിവരം ഉന്നയിക്കേണ്ടതാണ്. ഈ വിവരം കൃത്യമായി ഉന്നയിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതിൽ പല ഭാഗങ്ങളിലും കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ പദ്ധതി വീതം ചിലവാക്കാൻ പറ്റുമായിരുന്ന പ്രൊജക്റ്റുകളുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചുള്ളൂ. ഞാൻ പ്രൊജക്റ്റുകളെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത്തരം മേഖലകളിൽ ആസൂത്രകരുടെ കുറവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണം ചെലവഴിച്ചിട്ടുള്ളത് മെയിൻ്റെനൻസ് നോൺ റോഡ് വിഭാഗത്തിലാണ് 72.56% ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ ജനറൽ വിഭാഗത്തിലും മറ്റ് വിഭാഗങ്ങളിലൊക്കെ സ്ഥിതി വളരെ ശോചനീയമാണ്. ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഫണ്ട് ചെലവഴിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് തദ്ദേശഭരണ സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണ്. വളരെ കൃത്യമായി തന്നെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അടുത്ത തവണയെങ്കിലും ഇത് കൂട്ടായ ചില തീരുമാനങ്ങളിലൂടെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും മുഴുവൻ പദ്ധതി വീതം ചെലവഴിക്കുന്നതിലേക്ക് ചാലക്കുടി നഗരസഭ എത്തിച്ചേരണം. അതിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാലക്കുടി നഗരസഭ മാത്രമല്ല, എല്ലാ തദ്ദേശഭരണ സംവിധാനങ്ങളും പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. അങ്ങനെ വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ജനങ്ങളിത് മനസ്സിലാക്കണം. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാരണം ജനങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത്. നന്ദി, നമസ്കാരം.